അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഒരു തസവ്വുഫിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നൊരു സംഭവം ഞാൻ ആദ്യമായി ഒന്ന് പറയാം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന സംഭവമാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ ഒരുപാട് കരഞ്ഞതായിട്ട് ഖുർആൻ പറയുന്നുണ്ടല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു സാന്നിധ്യമില്ലാത്തതുകൊണ്ട് പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞതിൻ്റെ കാരണം കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും പിന്നീട് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മുഖത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ചിരുന്ന ഖമീസ് അവരുടെ കൽപ്പന പ്രകാരം തൻ്റെ സഹോദരന്മാരോട് മുഖത്തിടാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അത് മുഖത്തിടുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച കിട്ടുകയും ചെയ്യുമെന്ന് സൂറത്തു യൂസുഫിൽ അള്ളാഹു പറയുന്നുണ്ട്. എന്താണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനും യൂസുഫ് നബി അലൈഹി ഇസ്ലാമും ആ ഒരു ബന്ധത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ നേരത്തെ മരണപ്പെട്ടത് കൊണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തൻ്റെ ആ പ്രിയപ്പെട്ട മകനെ വല്ലാതെ ചേർത്ത് പിടിച്ചിരുന്നു. കാരണം മറ്റുള്ളവരുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തൻ്റെ ഈ കുട്ടിയുടെ ഉമ്മ ഇല്ലല്ലോ എന്നതുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന ഈ കുട്ടിയെ വല്ലാതെ സ്നേഹിച്ചു. മറ്റുള്ള മക്കളോട് ഒരു വെറുപ്പുണ്ടായിട്ടല്ല. അങ്ങനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ നിന്ന് ആ മകനാകുന്ന യൂസുഫ് നബിയെ ഈ ഒരു വിഷയത്തിൽ അസൂയ പൂണ്ട സഹോദരന്മാർ കുതന്ത്രങ്ങളിലൂടെ നിഗൂഢമായ പദ്ധതികളിലൂടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പുറത്തു കൊണ്ടുപോവുകയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വഞ്ചിക്കുകയും ചെയ്തു. എല്ലാം പ്രവാചകനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അറിയാം. ഒക്കെ അല്ലാഹു തആലയുടെ ഒരു കാര്യം നടക്കണമെന്നും മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഗുണപാഠങ്ങൾ ഇതിൻ്റെ ഈ ഒരു കാരണം കൊണ്ട് അല്ലാഹു തആല അവരെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ക്ഷമിച്ചു. ഈ വിവരങ്ങളൊന്നും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മക്കളോട് പറഞ്ഞില്ല. സാധാരണ പറയുന്നത് പോലെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ അവനെ കൊണ്ടുപോയാൽ അവൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയൂല. ആടിനെ മേയ്ക്കാനാണ് നിങ്ങൾ പോകുന്നത്, കാട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത്, ചെന്നായ പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനെ കൊണ്ടുപോകണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വളരെ സ്നേഹം, വ്യാജമായ സ്നേഹം പ്രകടിപ്പിച്ച് തൻ്റെ സഹോദരനായ യൂസുഫ് നബിയെ അവർ കൊണ്ടുപോയി. അതിൻ്റെ പേരിലാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കരഞ്ഞിട്ടുള്ളത്. പിന്നീട് ആ കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ആ കുട്ടിയുടെ മുകളിലേക്ക് പാറക്കല്ലൊക്കെ വലിച്ചെറിഞ്ഞു. അങ്ങനെ ശബ്ദം കേൾക്കാതെ വന്നപ്പോഴാണ് തിരിച്ചു വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ചരിത്രങ്ങളിൽ. വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ ചരിത്രങ്ങളെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്.
അങ്ങനെ ഒരാടിനെ അറുത്ത് അതിൻ്റെ മാംസം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കുപ്പായത്തിൽ അത് ചേർത്ത്, പ്രിയപ്പെട്ട പിതാവേ, ഞങ്ങളടുക്കലൊരു ശ്രദ്ധക്കുറവ് പറ്റിയതുകൊണ്ട് മകനെ യൂസുഫിനെ ചെന്നായ പിടിച്ചു, ഇതാ കുപ്പായം ഇതാ എന്നൊക്കെ പറഞ്ഞ യാക്കൂബ് നബി അലൈഹി സ്വലാം കുപ്പായം വാസനിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ യൂസുഫിൻ്റെ വാസന അല്ല യാക്കൂബ് നബി അലൈഹി സ്വലാം കേൾക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു സമാധാനമായിക്കോട്ടെ എന്ന് കരുതി യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, ഒരു ക്ഷമിക്കാനുള്ള അവസരമാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാം അല്ലാഹു തആല യാക്കൂബ് നബി അലൈഹി സ്വലാം എന്ന ആ പ്രവാചകനിക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു വിഡ്ഢിത്തരം അവർക്ക് തന്നെ ബോധ്യപ്പെടട്ടെ എന്ന് വിചാരിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തില്ല. അതാണ് സത്യം. എന്താണ് അതിൻ്റെ കാരണം? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രേഖപ്പെടുത്തുന്നുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ യാക്കൂബ് നബി ഇത്രത്തോളം കരയാൻ എന്തേ കാരണം? അഥവാ ഒരു ദിവസം ചുട്ട ആട് മാംസം യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലാം കഴിക്കുകയാണ്. അവരിങ്ങനെ നല്ല ചിരിച്ച് സന്തോഷിച്ച് കഴിക്കുകയാണ്. പക്ഷേ അവരുടെ അയൽപക്കത്ത് ഒരു യത്തീമായ കുട്ടിയുണ്ടായിരുന്നു. ആ യത്തീമായ കുട്ടി ഇതിൻ്റെ വാസന ആസ്വദിക്കുകയും ഇങ്ങനത്തെ ഒരു ചുട്ട മാംസം ലഭിക്കുന്നതിന് ആഗ്രഹിക്കുകയും അങ്ങനെ കരയുകയും ചെയ്തു. പക്ഷേ വൃദ്ധനായ അവരുടെ മാതാപിതാക്കൾക്ക് ആ കുട്ടിക്ക് ഒരു മാംസം വാങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടായില്ല. വൃദ്ധയായിരുന്നു അവരുടെ വലിയുമ്മ. അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെയും ഈ യതീമായ കുട്ടിയുടെയും ഇടയിൽ ഒരു ചുമര് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ യാക്കൂബ് നബി അലൈഹി സ്വലാമിനിക്ക് അറിയില്ലായിരുന്നു അവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അങ്ങനെ ഈ കരച്ചിൽ യാക്കൂബ് നബി അലൈഹി സ്വലാം കേട്ടു. അദ്ദേഹം ദുഃഖിതനായി അദ്ദേഹം വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അറിഞ്ഞു ഈ യതീമായ കുട്ടിയുടെ കരച്ചിലുണ്ടായിട്ടുള്ള ആ കുട്ടിക്ക് മാംസം കിട്ടാതെ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട് എന്ന്. അതാണ് ഈ തൻ്റെ മകൻ്റെ കാര്യത്തിൽ തനിക്ക് കരയേണ്ടി വന്നത് എന്ന് ഈ സംഭവത്തെക്കുറിച്ച് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴൊക്കെ യാക്കൂബ് നബി അലൈഹി സ്വലാം വിളിച്ചു പറയും, ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ യാക്കൂബിൻ്റെ കുടുംബത്തിൽ ഭക്ഷണമുണ്ട്, നിങ്ങൾ വരിക എന്ന് ഉള്ള വിളിയാളം മഹാനവറുകൾ മുഴക്കുമായിരുന്നു. ഇവിടെ നമുക്ക് ലഭിക്കുന്ന വിഷയം എന്താണ്? അയൽപക്കത്ത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. ആ വിഷയത്തിലാണ് തൻ്റെ മകൻ്റെ കാര്യത്തിൽ തനിക്ക് കരയേണ്ടി വന്നത്, യാക്കൂബ് നബിക്ക് കരയേണ്ടി വന്നത് എന്ന്. ആ കുട്ടി കരഞ്ഞല്ലോ, യതീമായ കുട്ടി കരഞ്ഞല്ലോ എന്ന പോലെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാര്യത്തിൽ യാക്കൂബ് നബി കരയേണ്ടി വന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു ആലം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അയൽപക്ക ബന്ധങ്ങളൊക്കെ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.